ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ സ്റ്റീൽ ടാങ്കിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സ്റ്റീൽ ടാങ്ക് വെക്കുമ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് ഷീറ്റ്. അപ്പോൾ കറക്റ്റ് അളവിലാണ് നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ എന്താ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിവായതുകൊണ്ട് സെൻറ്ററിൽ നമ്മൾ ഇതിൻ്റെ ചുമരടക്കം നോക്കണം, എന്നിട്ടാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലാതെ വല്ലയിടത്തും കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രാക്ക് വീഴും. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിൽ നല്ല കാറ്റടിക്കുന്ന ഏരിയയാണ് കേട്ടോ. ഇവിടുന്ന് നല്ല കാറ്റടിക്കും. അപ്പോൾ നമുക്ക് ഈ ടാങ്കിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് എപ്പോഴും വെള്ളം ഉണ്ടാവും ഇതിൻ്റെ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സപ്പോസ് അത് ക്ലീൻ ചെയ്തിട്ട് ഓർമ്മയില്ലാതെ ഇനി വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പറക്കാൻ ചാൻസ് ഉണ്ട്. കാറ്റ് സ്റ്റീൽ ടാങ്ക് അല്ലേ, നല്ല രീതിയിൽ ശക്തമായ കാറ്റടിച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും. അപ്പോൾ കമ്പനി കൊടുക്കുന്ന ഇതുണ്ടല്ലോ ആങ്കർ ബോൾട്ട്, ഈ ആങ്കർ ബോൾട്ട് 4 നമ്മളിവിടെ സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ അത് ക്ലാമ്പ് വെച്ച് ചെയ്യാറുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് ചെയ്യേണ്ട ആവശ്യം വരാത്തടത്ത് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ നല്ല ഏരിയയിൽ കാറ്റടിക്കും. പിന്നെ ഒന്നാമത് ചെരുവിൻ്റെ ഏരിയയിലാണ് നമ്മൾ ഈ ടാങ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ചെരുവിൽ വെക്കുന്ന സമയത്ത് ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.